നമുക്ക് അടുത്ത് വരുന്ന ഒരു സ്കാനർ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇതിൽ നമ്മൾ ഏകദേശം ഒരു 80 മുകളിൽ വരുന്ന ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളിത് സ്കാൻ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് RSI, VWAP, RS, റിലേറ്റീവ് സ്ട്രെങ്ത് 55, EMA 20, EMA 50, EMA 200, ADX, വോളിയം, അതുപോലെ ഒരുപാട് തരത്തിലുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ചാർട്ട് പാറ്റേൺസും എല്ലാം സ്കാൻ ചെയ്തിട്ട് വരുന്ന ഒരു ഫിൽറ്റേഴ്സ് ആണിത്. ഇതിൽ കോംബോ സ്കാൻസ് ആയി നിങ്ങൾക്ക് ഇപ്പോൾ കസ്റ്റം ഫിൽറ്റർ ചെയ്യേണ്ടെങ്കിലും കോംബോ സ്കാനിൽ പോയിക്കാൽ ഒരു ക്ലിക്ക് മാത്രം ചെയ്ത് ഓട്ടോമാറ്റിക്കലി നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൽ സ്റ്റേജ് 2 എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് 2 സ്റ്റോക്സ് മാത്രം, അതായത് നമ്മുടെ നിഫ്റ്റിനെ ബീറ്റ് ചെയ്യുന്ന സ്റ്റേജ് 2 സ്റ്റോക്കുകൾ മാത്രം കണ്ടുപിടിക്കണമെങ്കിലും ഇത്തരത്തിലൊരു ബട്ടൺ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്താൽ അത് മാത്രം ലിസ്റ്റ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു ഇൻസൈഡർ ട്രേഡിംഗ്, അതായത് ഇൻസൈഡർ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ മാത്രം കണ്ടെത്താനായിട്ട് ഇൻസൈഡർ ബൈ ഉപയോഗിച്ചിട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് മാത്രം ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുകൂടെ നമുക്ക് ഒരു സ്പെഷ്യൽ റിക്വയർമെന്റ് ഉണ്ടെന്നിരിക്കട്ടെ, അതായത് നിങ്ങൾക്ക് RSI 30 മുകളിൽ വരുന്ന സ്റ്റോക്കുകൾ മാത്രം ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എയർലി എൻട്രി എടുക്കാനായിട്ട് ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത് വരുന്ന ഒരു ഓപ്ഷനാണ് FNO ഡാഷ്ബോർഡ്. FNO ഡാഷ്ബോർഡ് ആക്ച്വലി വരുന്നത് ഇയർലി പ്ലാനിലാണ്. FNO ഡാഷ്ബോർഡിൽ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ബേസിലും പുട്ട് കോൾ റേഷ്യോയുടെ ബേസിലും സ്റ്റോക്ക് ഓപ്ഷനുകൾ സ്കാൻ ചെയ്യുന്ന ഒരു ഡാഷ്ബോർഡാണിത്. ഇതിൽ നമുക്ക് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റയും ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ട്രെൻഡും പിന്നെ ബ്രേക്ക് ഔട്ട് സോൺ, അതായത് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗണും മനസ്സിലാക്കാവുന്ന ഒരു സെക്ഷനും അതിന്റെ കൂടെ തന്നെ നമുക്ക് സെല്ലേഴ്സ് ട്രാപ്പ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെക്ഷനും കൂടി ഉണ്ട്. നമുക്ക് അടുത്ത് വരുന്ന ഒരു സെക്ഷനാണ് നിഫ്റ്റി 500 ട്രെൻഡ് റൈഡർ. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ദിവസം വെറും 5 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്ത് സ്റ്റോക്കുകൾ വളരെ ഈസി ആയിട്ട് ഇന്ന് നാളത്തേക്ക് വാങ്ങിക്കാനുള്ള സ്റ്റോക്ക് ഏതാണെന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ജോലി കഴിഞ്ഞ ശേഷം വന്ന് സ്പെൻഡ് ചെയ്താൽ മാത്രം നമുക്ക് ഈ സ്റ്റോക്ക് കണ്ടെത്താം. നമ്മളിപ്പോൾ കാണുന്നത് ഇന്ന് ബൈ വന്ന സ്റ്റോക്കുകളാണ്, അതുപോലെ തന്നെ ഇന്ന് സെൽ വന്ന സ്റ്റോക്കുകളും. നിങ്ങളിപ്പോൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ സ്റ്റോക്ക് വിൽക്കാനുള്ള സിഗ്നൽ വന്നു കഴിഞ്ഞു എന്നാണ്. നമ്മൾ ഈ ഡാഷ്ബോർഡിൽ നിഫ്റ്റി 500 വരുന്ന എല്ലാ 500 സ്റ്റോക്കുകളും സ്കാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ബൈയും സെല്ലും നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത വരുന്ന ഒരു ഫീച്ചറാണ് സ്റ്റേജ് 2 അനാലിസിസ്. അതായത് ഈ സ്റ്റേജ് 2 നമ്മൾ നേരത്തെ പൊസിഷണൽ സ്കാനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്റ്റേജ് 2 നമുക്ക് ഫിൽറ്റർ ചെയ്യാന്ന്. പക്ഷേ ഈ പറയുന്ന സ്റ്റേജ് 2 ആദ്യമായി സ്റ്റേജ് 2 ആയത് എന്നാണെന്നും അത്തരത്തിൽ വരുന്ന സ്റ്റോക്കുകൾ കണ്ടെത്തി വളരെ നേരത്തെ തന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുമാണ് നമ്മൾ ഈ സ്റ്റേജ് 2 അനാലിസിസ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് അപ്പിയറൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും റീസെന്റ് ഡേയിൽ വന്ന സ്റ്റേജ് 2 ഏതൊക്കെയാണെന്ന് അറിയാൻ സാധിക്കും നമുക്ക്. അതോടുകൂടെ നമുക്ക് ഈ ടേബിളിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കുള്ള സ്റ്റോക്കിന്റെ പ്രൈസ് പെർഫോമൻസ് അത് സ്റ്റേജ് 2 ആയി കഴിഞ്ഞ്, ഇത് കഴിഞ്ഞ മാർച്ച് 15 സ്റ്റേജ് 2 ആയതാണ്. അതിനുശേഷം വന്ന പ്രോഫിറ്റ് ആണ് ഇത് കാണുന്നത്. അപ്പൊ ആ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു ഇതിന്റെ പ്രൈസ് മൂവ്മെന്റ് എന്നാണ് കാണുന്നത്. അതുപോലുള്ള പല സ്റ്റോക്കുകളുണ്ട്. ഇതിന് ട്രാക്ക് ചെയ്യുന്നത് എത്ര ദിവസം നമ്മൾ ഹോൾഡ് ചെയ്തു എന്നാണ്.